ഹലോ കൂട്ടുകാരെ, ഇന്ന് ബ്രൂട്ട് പ്ലാന്റ് എല്ലാം കായ്ച്ചു പഴുത്തൊക്കെ നിൽക്കുന്ന കാണാവേ. ഇത് ഞങ്ങളുടെ കുഞ്ഞമ്പ്ലാവ് വീറ്റ്നാസ് സൂപ്പർ എർലിച്ചക്ക. അത് പഴുത്തു കണ്ടോ. ഈ പ്രാവശ്യം നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ചക്ക കണ്ടോ പഴുത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇലകൾക്കിടയിൽക്കിടെ നോക്കിയാലേ കാണുള്ളൂ. ചക്ക കണ്ടോ. ഇത് നട്ട് 1.5 വർഷമായപ്പം തുടങ്ങി കായ്ക്കാൻ തുടങ്ങി. ഈ കുഞ്ഞമ്പ്ലാവേ വീറ്റ്നാസ് സൂപ്പർ എർലി പ്ലാവ് 2 ഉണ്ട്. ഒരെണ്ണം തീരെ ചെറു, അതും കായ്ച്ചു. 2നും ചക്ക പഴുത്തു തിന്നു. കണ്ടോ ചക്ക കിടക്കുന്നുണ്ടോ. ഇതേ മുറിച്ച് വെച്ചേക്കുവാണ് അയലക്കംകാർക്കൊക്കെ കൊടുക്കാൻ. നല്ല കളറാണ്, നല്ല മധുരമുണ്ട്. തൊണ്ടിന് തീരെ കട്ടി കുറവാണേ. കണ്ടോ ചക്ക കിടക്കുന്നുണ്ടോ. കുഞ്ഞു പ്ലാവ്, ഇത്ര മണ്ണേ ഉള്ളൂ. എല്ലാം ഉണ്ടായി കിടക്കുന്ന കാണാവേ. ഇത് അബിയു നല്ലപോലെ പഴുത്ത് കഴിഞ്ഞേ പറിക്കാവൂ. ഈ പച്ച കളർ ഞെടുപ്പ് വരെ നല്ല മഞ്ഞ കളറ് വരണം, എന്നിട്ടേ പറിക്കാവൂ. അപ്പോൾ നല്ല മധുരം വരും, അല്ലെങ്കിൽ കമർപ്പ് വരും. ഈ ചക്കയുടെ മുളഞ്ഞ് പോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ കറയൊക്കെ ഒരു പാല് പോലത്തെ കറയുണ്ട്. അപ്പോൾ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞ് പറിക്കാവൂ. വീടിൻ്റെ മുറ്റത്ത് മുഴുവൻ ബ്രൂട്ട് പ്ലാന്റ് നട്ടു വെച്ചേക്കുന്നു. പൂച്ചെടിയാണ്, പെട്ടെന്ന് പൂ കൊഴിഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്ക് പഴം തിന്നുകയും ചെയ്യാം ബ്രൂട്ട് പ്ലാന്റ് ആകുമ്പോൾ. അതുകൊണ്ട് മുറ്റത്ത് ബ്രൂട്ട് പ്ലാന്റ് നട്ടു പിടിപ്പിച്ചേക്കാണ്. കണ്ട പാകിസ്ഥാൻ മൾബറി, നല്ല കൈവിരളിൻ്റെ വലിപ്പമുള്ള മൾബറി പഴം തിന്നാം. നംഡോക്ക് മാവ് എല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ ചക്ക കായ്ച്ചു വരുന്നു. 6 മാസം കൂടുമ്പോൾ വീറ്റ്നാസ് സൂപ്പർ എർലി പ്ലാവ് കായ്ക്കും കേട്ടോ. ചക്ക പറിച്ച് 6 മാസം കഴിയുമ്പോൾ പിന്നെ, അതായത് വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ കായ്ക്കും. ഇതാകുമ്പോൾ നമുക്ക് ചൂട്ടിൽ നിന്നേ പറിക്കാം. പണ്ട് കാലത്ത് പ്ലാവ കയറേണ്ട ചക്ക പറിക്കാം. ഇപ്പോൾ പ്ലാവ കയറേണ്ട, ചൂട്ടിൽ നിന്നൊക്കെ പറിക്കാം. അബിയു പച്ചക്കായ വരുന്നുണ്ടോ. ഇലകൾക്കിടയിൽ പച്ച ഇലയുടെ അതേ കളർ ഉള്ള അബിയുക്കായ, അതുകൊണ്ട് പെട്ടെന്ന് കാണത്തില്ല. ഇപ്രാവശ്യം 10 എണ്ണമൊക്കെ ഉണ്ടായി. അബിയു ഇങ്ങനെ വർഷത്തിൽ 2-3 പ്രാവശ്യം കായ്ക്കും. അതായത് വിളവെടുത്ത് കഴിഞ്ഞ ഉടനെ പൂവുണ്ടാവും, കായുണ്ടാവും. അബിയു കേട്ടോ നിലത്ത് നട്ടേക്കുന്നു ഞങ്ങളെ. അബിയു ഞങ്ങൾ പ്രൂണിങ് ചെയ്യും. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പ്രൂണിങ് ചെയ്യും. പ്രൂണിങ് ചെയ്തിട്ട് ചാണകപ്പൊടി അതിന് ചുറ്റും ഇടും. അതല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഒരു പിടി ചാണകം, പച്ചച്ചാണകം 1 ബക്കറ്റ് വെള്ളത്തിൽ കലർത്തി നല്ലപോലെ കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കും. ചുവട് ഇച്ചിരി മാറി ഒഴിക്കണം. കണ്ടോ മുറ്റത്തിന് ചുറ്റും ബ്രൂട്ട് പ്ലാന്റാണ്. ഇത് മധുര അമ്പഴം, അച്ചാറിടാൻ നല്ലതാണ്, വെറുതെ തിന്നാൻ നല്ലതാണ്. ഇവിടെ വന്നപ്പം കണ്ടോ ഇത്ര പഴുത്തു അബിയു കണ്ടോ. നല്ലപോലെ പഴുക്കണേ, എന്നിട്ടേ പറിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കരിക്കൊക്കെ തിന്നുന്നതല്ലേ, അതുപോലെ ഇതിനേക്കാളും മധുരമുണ്ട് അബിയുവിൻ്റെ പഴമേ. കണ്ടോ അബിയു കണ്ടോ. ഇത് പുലാസാൻ പൂ വിട്ടു വരുന്നുണ്ട്, പൂ ഉണ്ടായി വരുന്നുണ്ട്.
2-3 പ്രാവശ്യം പൂ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയേ. പിന്നെ ഈ പ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ട്. പുലാസൻ റംബൂട്ടാൻ പോലെയൊക്കെ തോന്നും അതിൻ്റെ കായ. ഇതാണ് ഞങ്ങളുടെ പുലാസാൻ. ഇത് നാരം. രണ്ട് നാരങ്ങ ഉണ്ട്. ഇത് സപ്പോട്ട നല്ലതാണ്. ചിക്കു ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പഴുത്തിട്ട് തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കുക, പാലൊഴിക്കുക, പഞ്ചസാര ഇട്ടുക. ചിക്കു ജ്യൂസ് തമിഴ്നാട്ടിലൊക്കെ നല്ല പ്രസിദ്ധിയാണ്. ചിക്കു ജ്യൂസ് എന്ന് പറയും. ഭയങ്കര മധുരം അതിന്. ഒരെണ്ണം തിന്നുമ്പോൾ നല്ല മധുരം. അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടേക്കുന്ന പോലെ നല്ല ക്രിസ്പി ഉണ്ട്, നല്ല കടിക്കാനുണ്ട്, മളത്തരി പോലെ. 2 സപ്പോർട്ട ഉണ്ട് ഇവിടെ. ഒരു സപ്പോർട്ട ചെറുതായിന്, അതും കായ്ച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി നീളം കൂടുതലാണ്. നിറയെ കായ്ച്ചിട്ടുണ്ട് സപ്പോർട്ട. ഉണ്ടോ? എല്ലാം മുറ്റത്ത് നിലത്ത് നിർത്തിയേക്കാണ് സപ്പോർട്ട. ഇത് അബിയു. ഇത് കണ്ടോ, കായ് പറിച്ചു കഴിഞ്ഞ ഉടനെ പൂവുണ്ടായി. അബിയു കണ്ടോ? പൂ പൊഴിയാതിരിക്കാൻ ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്യുക. രണ്ടര മില്ലി ബോർഡോ മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി. ഇവിടെ സപ്പോർട്ട കണ്ടോ? വേറൊരു സപ്പോർട്ടയാണ്. അത് എയർപോർട്ടിലാണ് നട്ടേക്കുന്നത്. എയർപോർട്ടിൽ നട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വളർന്നു, കായ്ച്ചു. കണ്ടോ? ഇച്ചിരി നീളമുണ്ട്. മറ്റൊരു ഉരുണ്ടിരിക്കും. ഇത് ഇച്ചിരി നീളം ഉള്ളതാണ്. കണ്ടോ? അബിയോ അവിടെ ഇവിടെ എല്ലാം പൂവുണ്ടായി. ഇനി 2-3 ട്രിപ്പായിട്ടാണ് കായ്ക്കുന്നത്. അപ്പോൾ ഇനി തീരെ വണ്ണം കുറവാണ്. കണ്ടോ? ഇതാ വേറെ ഒരു പ്ലാവിൻ്റെ ചക്കയാണ്. പിന്നെ സൂപ്പർ എർലി. 2 പ്ലാവുണ്ട്. 2 പ്ലാവിലും ചക്ക പഴുത്തു. നാരകം. നിറച്ച് നാരങ്ങ കണ്ടോ? മണ്ണ് കൂട്ടി ചാണകം ഇട്ട് കൊടുത്തേക്കുവാണ്. വളമൊക്കെ ഇട്ട് നല്ലപോലെ ഉണ്ടായി.